അവിടെ ബാക്കിലിരിക്കുന്നവർക്ക് എല്ലാവരും അത് നമ്മുടെ ഈ ഒരു സെറമണിയിൽ പങ്കുചേരാവുന്നതാണ്. എല്ലാവരും വരണം. ഓണം എക്കാലത്തെ ആദ്യമായിട്ട് തന്നെ ഇവിടെ വരാൻ കഴിഞ്ഞ സന്തോഷം. എക്കാലത്തെ പോലെയും ഓണം എപ്പോഴും അടിപൊളിയാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്കെന്തോ ഓണം ആഘോഷിക്കാൻ ഒരു മനസ്സില്ല. നമ്മുടെ വയനാടിനെ കുറിച്ച് ഓർക്കുമ്പോ ഒരു ഓണം ഇങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു, അല്ലേ? എന്താണ് അഭിപ്രായം? കുറച്ച് ആൾക്ക് വേണ്ടി ഒരു ഓണം നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം. ആക്ച്വലി ഈ പറഞ്ഞ കേട്ടപ്പോഴാണ് വയനാടിന് വേണ്ടി നമ്മൾ ഈ ഒരു ഓണം അങ്ങനെ മാറ്റി വെക്കുമ്പോൾ പണ്ടൊരിക്കലും കൊറോണയ്ക്ക് വേണ്ടി നമ്മളൊരു കാലത്ത് ഓണം മാറ്റി വെച്ചൊരു ടൈം ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ ഒരു ടൈമിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചിന്തിക്കാനേ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സമയമായിരുന്നു. എസ്പെഷ്യലി എന്റെ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സദ്യ ആയിട്ടുള്ള ഓർമ്മയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദിയുണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ളൊരു പ്രോഗ്രാം ഇവിടെ നടന്നില്ല. അതിന്റെ ഒരു വിഷമമുണ്ട്. എന്തായാലും വളരെ ഗംഭീരമായിട്ട് നടത്തണമെന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. ഓക്കെ, എന്നിരുന്നാലും ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷം. ആഷ്ലി സാറിന്റെ ഒരു സാന്നിധ്യം ഇല്ലാത്തതിന്റെ ഒരു വിഷമമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു. Thank you so much, Priya.